കെ സി ജോസഫ് 9ാം തവണയോ 10ാം തവണയോ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രായം 82 കഴിഞ്ഞു എന്ന് പറയുന്നു. ഈ 82 വയസ്സ് കഴിഞ്ഞവരും 87 വയസ്സ് കഴിഞ്ഞവരും ഇപ്പോഴും മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാൻ ഞാൻ ആരോഗ്യവാനാണ്, എൻ്റെ മനസ്സും ശരീരവും അതിന് പ്രാപ്തമാണ് എന്ന് തെളിയിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പ്രത്യേകിച്ച് ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം കൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് സ്ത്രീകൾക്ക് ആവശ്യമായ ഒരു സംവരണം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്ന് തന്നെയാണോ നിങ്ങളുടെ വിശ്വാസം? എന്താ സംശയം? വ്യാമോഹമല്ലേ, പ്രത്യേകിച്ച് കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ നിന്ന്? ഇന്ത്യ മഹാരാജ്യത്ത് രാജ്യത്ത് സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസിൽ സ്ത്രീകളെ കൊണ്ടുവരില്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് വെണ്ടക്കായുടെ ചിത്രം വരച്ചിട്ട് സാമ്പാർ വയ്ക്കാൻ പറ്റില്ല. പ്രസംഗങ്ങളിലൊക്കെ മാഡം ഈ പറയുന്ന വാക്കുകളൊക്കെ ഇഷ്ടപ്രകാരം വരും. സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെ കുറിച്ചിട്ടും സ്ത്രീകൾ ഇവിടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അഴിമതി ഇല്ലാതാകുമെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അത്തരത്തില് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 50% സ്ത്രീകൾ അതെ എന്നും നിയമമായതിന് 33% നിയമസഭയിലേക്കും ലോകസഭയിലേക്കുമുള്ള ബില്ല് ഇനിയും പാസ്സായിട്ടില്ല. അതേസമയം എന്ത് പറ്റി മാഡം, നമ്മുടെ 2001 മുതൽ 2009 വരെ കോൺഗ്രസിന് കേന്ദ്രം ഭരിക്കാൻ സാധിച്ചിട്ടും ഈ 33% വനിതാ സംവരണം നിയമസഭയിലും ലോകസഭയിലേക്കും എന്തുകൊണ്ട് പ്രാതിനിധ്യമാക്കി നിയമമാക്കി പുറത്തുവന്നില്ല? കോൺഗ്രസ് ആണല്ലോ ഈ രാജ്യത്തിന്റെ പഞ്ചായത്തുകളിൽ ജനപങ്കാളിത്തം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ടുവന്നതിൽ സ്ത്രീകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് കോൺഗ്രസ് ആണ്. സ്വപ്നം കാണാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ടാൽ മാത്രം മതിയോ? അത് യാഥാർത്ഥ്യമാക്കണം. യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത് മാഡം. 82 വയസ്സായിട്ടും 88 വയസ്സായിട്ടും ഞാൻ ഇന്നും യുവാവാണ്, രാഷ്ട്രീയമായിട്ട് യുവാവാണ്. എനിക്ക് ഈ ഇലക്ഷനിൽ നിൽക്കാം, എനിക്ക് മന്ത്രിയാകാം എന്ന് പറയുന്ന പുരുഷ മേധാവിത്വം, രാഷ്ട്രീയത്തിലെ പുരുഷ മേധാവിത്വം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ നിങ്ങൾക്ക് ഈ സ്ത്രീകൾക്ക് ഇപ്പോൾ ശ്രീകണ്ഠ സാർ ഇവിടെ നടത്തുന്ന ഈ പരിപാടിയുടെ സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ എന്താകുമെന്നുള്ള ചോദ്യമാണല്ലോ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിന് ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഇവിടെ അച്യുതാനന്ദ മന്ത്രിസഭയിലെ PK ശ്രീമതി എന്ന് പറഞ്ഞ മന്ത്രി എന്ത് ചെയ്തു? തൻ്റെ മരുമകളെയാണ് എവിടേക്ക് കയറ്റിയത്? അടുക്കളപ്പണിക്ക് കയറ്റിയിട്ട് പടിപടിയായിട്ട് മുൻപോട്ട് കൊണ്ടുവന്നിട്ട് പിന്നീട് പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഉന്നതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ PP ദിവ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അഴിമതി അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട യോഗേഷ് ഗുപ്ത എന്ന് പറഞ്ഞ ഒരു IPS ഉദ്യോഗസ്ഥന് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ DGP ആകേണ്ട പദവിയാണ് നഷ്ടപ്പെട്ടത്. എന്തിൻ്റെ പേരിൽ? ഒരു രാഷ്ട്രീയക്കാരിക്ക് നേരെയുള്ള അഴിമതിയുടെ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ ശ്രമത്തെ പോലും രാഷ്ട്രീയക്കാർ അങ്ങേയറ്റം നമ്മൾ പറയില്ലേ എന്ന അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.